ഈ ബഹാവുദ്ദീൻ നദ്വിന്റെയും അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ ഒക്കെ കഥ എന്തല്ലേ? ഇവരൊക്കെ എടുത്തുങ്ങാണ്ടാണ് പുറത്ത് കിട്ടാത്ത തന്നെ സമസ്ത നന്നാവും എന്നാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ. അതായത് സമസ്ത മുഷാവറ കൂടി, മുഷാവറ കൂടുന്ന 10-40 ആൾക്കാരുണ്ട്. ഈ മുഷാവറ ഷൂറ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്കറിയാലോ, അതിൽ ചർച്ചകൾ ഉണ്ടാകും, എതിരഭിപ്രായങ്ങൾ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായി പറയുന്നവരുണ്ടാകും, മിതമായ രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ടാവും, പല രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നോക്കി ചർച്ച ചെയ്ത് അധ്യക്ഷന്റെ നേതൃത്വത്തില് അതൊക്കെ തീരുമാനിച്ച് ഒരു സംഘടന, അതിപ്പോ സമസ്ത എന്നുള്ളതല്ല, ഏത് സംഘടനയാണെങ്കിലും അതിന്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ പരിഹരിച്ചുകൊണ്ട് ഭാവിയിൽ എന്തൊക്കെയാണ് സംഘടനയുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട പദ്ധതികളൊക്കെ തീരുമാനിക്കുന്ന അത്തരം സംവിധാനങ്ങൾ. എന്നിട്ട് അതിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം, ഇല്ല എന്നാണ് സമസ്ത ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അതിന്റെയൊക്കെ മുമ്പ് അതിന്റെ ഉള്ളിലിരിക്കുന്ന ബഹാവുദ്ദീൻ നദീബിന്റെ വോയിസ് മാധ്യമങ്ങൾക്ക് ചോർത്തുക. എന്ത് പരിപാടിയാണ് ബഹാവുദ്ദീൻ നദീബിയൊക്കെ ഈ ചെയ്യുന്നത്? കുത്തിത്തിരിപ്പ് അല്ലാതെ വേറെ എന്തെങ്കിലും ഇതിന് വേറെ എന്തെങ്കിലും പറയണോ? അതേപോലെ തന്നെ ഇന്നലെ അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിന്നിട്ട്, ഏതോ മാർച്ച് കഴിഞ്ഞ് വരികയാണെന്ന് പുത്തനഴി അടക്കമുള്ള ആളുകൾ ഇങ്ങനെ നിന്നിട്ട് മാധ്യമങ്ങളോട് ചോദ്യത്തിന് ഉത്തരം പറയാണ്. സമസ്തന്റെ മുഷാവറയിൽ ഭയങ്കര പ്രശ്നമുണ്ട്, അതില്ല എന്നാണല്ലോ സമസ്ത കൃത്യമായി പറഞ്ഞത് എന്ന് അബ്ദുസമദ് പൂക്കോട്ടൂര്. എന്നിട്ട് അല്ല, മീഡിയകളിലൊക്കെ വാർത്ത വന്നു അവിടെ ഉമർ ഫൈസിയുമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ മീഡിയയിൽ വാർത്ത വന്നിക്കണേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. എന്തടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യണം? സമസ്തനെ അംഗീകരിക്കുന്ന ആ രീതിയിൽ ആ വിഷയത്തെ അങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ള അല്പമെങ്കിലും ഈ അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ മനസ്സിലുണ്ടെങ്കിൽ അബ്ദുസമദ് പൂക്കോട്ടൂർ പറയേണ്ട മറുപടി എന്താണ്? അത് സമസ്ത പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. അങ്ങനെ ഉമർ ഫൈസിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീരുമാനമെടുക്കൂലേ? അതിന്റെ ഉള്ളിൽ തന്നെ തീരുമാനമെടുക്കും. ഇപ്പൊ നിലവിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറയേണ്ടടുത്ത് ഇയാൾ പറയണ അതിമ ചർച്ച നടക്കണം. അപ്പം ഇയാളൊക്കെ മനസ്സിന്റെ ഉള്ളിലില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, അതിലാണ് ഇവരൊക്കെ ഉള്ളത്. അതിന്റെ ഒരു പ്രയാസമാണ് ഇപ്പൊ സമസ്ത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവർക്കൊക്കെ ചില താല്പര്യങ്ങളുണ്ട്. മാത്രമല്ല അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. പിന്നെ ജിഫ്രി തങ്ങൾ പറഞ്ഞതാണ് അവസാന വാക്ക്, അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇന്നലെ CIC-യുമായി ബന്ധപ്പെട്ട്, ഇത് ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇന്നലെ CIC-യുമായി ബന്ധപ്പെട്ട് അക്കീം ഫൈസി, ആദർശേരി അക്കീം ഫൈസിയുമായി ബന്ധപ്പെട്ടുള്ള CIC-യുമായിട്ട് സമസ്തക്ക് യാതൊരു ബന്ധമില്ലാന്ന് ഇന്നലെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇങ്ങനെ എണ്ണട്ടമാരി പറഞ്ഞു. എന്താ അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ നിലപാട്? മുണ്ടിണില്ലല്ലോ. അത് ഉള്ളിൽ കൂടെ ഇനി വേറെ പണിയെടുക്കേണ്ടതാണ്. ആലോചിച്ച് നോക്കണം നിങ്ങള്. അപ്പൊ ഇവര് അവസാന വാക്കാണെന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. അല്ലാത്തതിനൊക്കെ ഇവര് നല്ലോണം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ആൾക്കാരുണ്ട്, ഈ അബ്ദുസമദ് പൂക്കോട്ടൂര്, ഞാൻ അങ്ങനെ പേരെടുത്ത് പറയണ എന്തിനാ ഇവരൊക്കെ പേരെടുത്ത് പറയാതൊക്കെ. അതേപോലെ തന്നെ ഈ ബഹാവുദ്ദീൻ നദ്വി, നാസർ ഫൈസി കൂടത്തായി ഇങ്ങനെ കുത്തിരുന്നുങ്ങാണ്ട് എട്ടക്കട്ടക്ക് ഇങ്ങനെ പത്രസമ്മേളനം വിളിക്കണ്ടല്ലോ. ആ പത്രസമ്മേളനം വിളിക്കുന്ന അത്തരം ആൾക്കാരുണ്ടല്ലോ, ആ കുത്തിത്തിരിപ്പുകാര്, ഓല എന്ത് ചെയ്യണം? നേരെയാണ് പുറത്താക്കിയിട്ട് നിങ്ങൾ നമ്മളെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയി ഒരു കുഴപ്പമുണ്ടാവില്ല. അതോടുകൂടി പ്രശ്നങ്ങളൊക്കെ തീരും. അതല്ലെങ്കിൽ ഇത് ഒന്നല്ലെങ്കിൽ ഒരു വിഷയത്തുമൊക്കെ എടുത്ത് ഇവർക്ക് പ്രത്യേകമായ ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യത്തിനനുസരിച്ച് ദീന് പറയാൻ പറ്റൂല കൂട്ടരെ, ദീന് പറയാൻ പറ്റാത്ത കോലത്തിലേക്ക് കാര്യങ്ങളാവും. അല്ലെങ്കിൽ ഇതിന്റെ തുടക്കം മുതൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ പറയുന്ന പിന്നെ അബ്ദുസമദ് പൂക്കോട്ടൂര് അടക്കമുള്ള ആളുകൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ എന്താ? ഉമർ ഫൈസി മുക്കം, ഞാൻ അദ്ദേഹത്തിന്റെ ആളായിട്ട് പറയല്ല, അദ്ദേഹം പറഞ്ഞത് എന്താ? കാളിയാകാൻ ദീനീപരമായിട്ട് പണ്ഡിതനായിരിക്കണം, പാണ്ഡിത്യമുള്ള ആയിരിക്കണം എന്ന് പറയുമ്പോൾ അതിനെന്ത് മുസ്ലിം സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല? കഴിയും. എന്നാൽ അതിന് മറുപടി എന്നുള്ള കോലത്തില് അത് മറ്റേ ആരും പേരെടുത്ത് പറയാതെ സാദിഖലി ജിയാബ് തങ്ങളെ പറ്റി പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അത് വലിയ പ്രശ്നമായപ്പോ ഇനിയിപ്പോ അങ്ങനെ ആണെന്ന് തന്നെ കൂട്ടിക്കൊള്ളി. അതിനേക്കാൾ അപ്പുറത്തേക്ക് അവഹേളിക്കുന്ന രീതിയിൽ ഏതോ ഒരു ചികിത്സക്ക് പിന്നെ ഇവരെ തങ്ങൾ വന്നില്ല, പണ്ടത്തെ കഥ പറഞ്ഞുകൊണ്ട് അപ്പോ അവിടെ ചികിത്സിച്ച ഏതോ ഒരാൾക്കാരെ കൊണ്ടുപോയി പിന്നെ അവിടുത്തെ കാലിയരാക്കി, അതിന് പാണ്ഡിത്യമൊന്നും ആവശ്യമില്ല എന്നും പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ട് പാറ്റെ, അതായത് ഇസ്ലാമിനെയും മറ്റുള്ള മതവിഭാഗങ്ങൾക്കിടയിലും എല്ലാ രീതിയിലും അവഹേളിച്ചത് ഈ പറയുന്ന അബ്ദുസമദ് പൂക്കോട്ടൂര. എവിടുന്നൊക്കെ എടുത്തുകാണ്ട് കുറെ സംഗതി പറഞ്ഞുകാണ്ട്, അതായത് ഇസ്ലാമികപരമായ പാണ്ഡിത്യത്തിന് ഒരു നിലയും വിലയില്ല എന്ന് പറഞ്ഞുകാണ്ട് പ്രസ്താവന ഇറക്കിങ്ങാണ്ട് അത്തരം പിന്നെ കഥകളും ചരിത്രങ്ങളൊക്കെ പറഞ്ഞുകാണ്ട് കൊണ്ടുവന്നത് ഈ പറഞ്ഞ അബ്ദുസമദ് പൂക്കോട്ടൂര്.
ഇപ്പൊ ശൂറ കൂടുന്നിടത്ത് വരെ ഒരു തൊഴിലുമല്ല, ഒരു വിശ്വാസ്യതയില്ല. ശൂറ കൂടി അതിന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തന്നെ അത് എടുത്തുങ്ങാണ്ട് പുറത്തു കൊടുക്കല. ഇനിയിപ്പോ ഉമർ ഫൈസി മുക്കത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം ഉണ്ടായി തന്നെ കൂട്ടുക ഇല്ല എന്നാണ് ഇപ്പൊ സമസ്ത പറയുന്നത്. ഇനിയിപ്പോ ഉണ്ടായി തന്നെ കൂട്ടുക. അവിടെ 40-40 ആൾക്കാരില്ലേ, ഞാനല്ലേ ഒഴിവുള്ളൂ, 41ാമത്തെ ആള് ഞാനല്ലേ ഒഴിവുള്ളൂ. അവിടെ 40-40 ആൾക്കാരല്ലേ, ഓല് തീരുമാനിക്കൂലേ. അവിടുന്ന് ഒരു നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞങ്ങാണ്ട് അതവിടെ എഴുതി ഒപ്പിട്ടുങ്ങാണ്ട് പിന്നെ ഇനിയിപ്പോ ഉമർ ഫൈസി മുക്കത്തിനെ മാറ്റി നിർത്തണമെന്നുണ്ടെങ്കിൽ അത് ശൂറ തീരുമാനിച്ചാൽ അത് അംഗീകരിക്കേണ്ടി വരും. അതല്ലാതെ അതിന്റെ ഉള്ളിൽ നടന്ന ചർച്ച മുഴുവൻ പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹാവുദ്ദീൻ അത് കൊടുത്തത് എന്ത് തീരുമാനം, എന്ത് പക്വതയാണ്? ഒരു പക്വമായ രീതിയിലുള്ള ഒരു വ്യക്തി ചെയ്യേണ്ട പണി അതൊക്കെ. അയാൾ എങ്ങനെയാണ് ആ കൗൺസിലിൽ ഇരുത്തുക? ശരിക്കും ആക്ഷൻ വരേണ്ടത് ഈ പറയുന്ന പിന്നെ ബഹാവുദ്ദീൻ നദുവിന്റെയും അബ്ദുൾ സമദ് പൂക്കോട്ടൂരിന്റെ ഒക്കെ പേരില്ല. ശക്തമായ നടപടി സ്വീകരിച്ച് പുറത്താക്കി, എന്നിട്ട് ദീനീപരമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സമസ്ത മുന്നോട്ട് പോകട്ടെ. സമസ്ത പറഞ്ഞാല് 1-2 ആൾക്കാരൊന്നല്ലല്ലോ, ലക്ഷക്കണക്കിന് ആൾക്കാർ. അപ്പൊ ആ നിലക്കത് മുന്നോട്ട് പോകും. വേറെ ഒരു കുഴപ്പമില്ല. ഇവിടെ കുറെ ആൾക്കാർക്ക് ഇതിലൂടെ രാഷ്ട്രീയം ഒളിച്ചു കടത്തണം, അതിലൂടെ വേറെ കുറെ കാര്യങ്ങൾ കടത്തണം എന്ന്, കുറെ സ്ഥാനമാനങ്ങൾ വേണം എന്നുള്ള താല്പര്യത്തിന്റെ പുറത്ത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി മുന്നോട്ട് പോവാ. ചില ആൾക്കാർ പറഞ്ഞു ഇതാണ് കുത്തിത്തിരിപ്പ്, ഞാൻ സമസ്തിക്കില്ല കൂട്ടില്ല, എനിക്ക് അതിന്റെ സ്ഥാനമാനവും വേണ്ട. നേരെ മറിച്ച് ഒരു നല്ലൊരു നമുക്കൊക്കെ ജനിച്ചന്ന് മുതൽ കാണുന്ന ഒരു സംഘടനനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നിടത്ത് രാഷ്ട്രീയം കലർത്താൻ വേണ്ടിയിട്ട് ഒരു ദീനിയായ സംഘടനനെ ഇങ്ങനെ കറച്ചു കൂട്ടുന്ന കാണുമ്പോ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പൊ ഞാൻ അവസാനിപ്പിക്കാണ്. ഇത്തരം ആൾക്കാരെ പത്രസമ്മേളനമൊക്കെ നടത്തിങ്ങാണ്ട് ഇങ്ങനെ ഇടക്കട്ടക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണ്ടല്ലോ, അത്തരം ആൾക്കാരെടുത്ത് പുറത്തുകിടി. എന്നാ ഈ സംഗതി ഉഷാറായിട്ട് മുന്നോട്ട് പോകും. ഞാൻ അത് പറയുമ്പോൾ ഓപ്പണായിട്ടാണ് പറഞ്ഞത്. ഇവരോടൊന്നും വ്യക്തിപരമായ വിയോജിപ്പുണ്ടല്ല, നേരെ മറിച്ച് ഇവരൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ആശയപരമായ വിയോജിപ്പുണ്ട്. അതൊരു സംഘടനക്ക് പിന്നെ ഉതകുന്ന രീതിയല്ല, അത് പിന്നെ ഭൂഷണവുമല്ല. അത്തരം ആളുകളെടുത്ത് പുറത്ത് കിടണം എന്നുള്ളത് തന്നെയാണ് സമസ്തയുടെ നേതൃത്വത്തോട്, സമസ്തയിലെ അംഗങ്ങളോട്. ഞാൻ അതിലെ മെമ്പർഷിപ്പ് പോലും എടുത്തില്ല, പക്ഷെ എന്നെ അറിയുന്നത് സമസ്തന്റെ 41ാമത്തെ മുഷാവറ അംഗം എന്നാണല്ലോ. അപ്പൊ ആ നിലക്കാണെങ്കിൽ നിങ്ങൾ എങ്ങനെ കൂട്ടിയാലും ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഒരു സംഘടന ആകുമ്പോൾ അതിനനുസരിച്ച് നിൽക്കണം, അതിനൊരു ബൈലോടോ ആ ബൈലോ അനുസരിച്ച് നിൽക്കണം. അതല്ലാത്തവന് വേറെ സംഘടന തുടങ്ങിക്കോട്ടെ. ഇവിടെ ഒരുപാട് സംഘടനകൾ തുടങ്ങാം, അതിനിവിടെ കുഴപ്പമൊന്നുമില്ല. ഇന്ത്യ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തുകൊണ്ട് എവിടെ എന്തും പ്രവർത്തിക്കുക, രാജ്യദ്രോഹമാകരുത് എന്നുള്ളൂ. അതന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രാജ്യദ്രോഹമൊക്കെ തെളിയിക്കാനും പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ നടക്കുന്ന ഒരു കാലത്ത് എന്തിനാ പിന്നെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അബ്ദുൾ സമദ് പൂക്കോട്ടൂരും അതേപോലെ തന്നെ ഈ പറയുന്ന ബഹാവുദ്ദീൻ നദ്വിയൊക്കെ ഈ കോലത്തിൽ പണിയെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ലക്ഷ്യങ്ങൾ മാത്രമാണ്. അപ്പൊ ഏതായാലും സമസ്തന്റെ തീരുമാനങ്ങൾ എടുക്കട്ടെ. എനിക്ക് തോന്നിയ കാര്യം ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. പല ആൾക്കാർക്കും പല അഭിപ്രായം ഉണ്ടാവും. എന്നാൽ ഈ സമസ്ത ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരും ഇങ്ങനെ നടപടി സ്വീകരിച്ചാൽ. നിർത്തുന്നു. നന്ദി.